അയറാബി ഇങ്ങനെ വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ച് തേടിയപ്പോ ആ അയറാബി അതും പറഞ്ഞാൻ പോയി. അപ്പോൾ ഉഴ്ത്തുബിക്ക് ഉറക്കം വന്നു. ഉറക്കം വരൂലേ? മൂപ്പരുറങ്ങൂലേ? അയറാബി പാട്ടും പാടിപ്പോയി. അപ്പോൾ ഉഴ്ത്തുബി പിന്നെ ഉറങ്ങിയപ്പോ പിന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അള്ളാന്റെ റസൂൽ വന്നിട്ട് പറയാണ് പോലും എന്ത്, ഉത്തുബീ അറാബിയുടെ അടുത്തേക്ക് പോകൂ, എന്നെ വിളിച്ച് തേടിയില്ലേ, അതുകൊണ്ട് അയാൾക്ക് പുറത്തു കൊടുത്തു എന്ന വിവരം പറഞ്ഞേക്കൂ എന്നാണ് മൂപ്പര് കൂട്ടി പറയുന്നത്. അതൊന്നും ശറഉൽ മുഅദ്ദബിലില്ല, ഉണ്ട്, നിങ്ങൾക്കൊട്ട് തെളിയിക്കാനും കഴിയൂല. കേട്ടോളൂ മൂപ്പര് പറയുന്ന ആർത്തവമാകുന്നു. ഫബശ്ശിറുഹു ബിഅന്ന അല്ലാഹു തആല ഖദ് ഗഫറ ലഹു, അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തുപോയി, എന്നെ വിളിച്ച് തേടിയില്ലേ, അല്ലാഹ് പുറത്തു കൊടുത്തുപോയി എന്ന് വിവരം അറിയിക്കൂ. ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നം കാണിച്ചു. എന്ത്? എന്നെ വിളിച്ച് തേടിയില്ലേ? നേരത്തെ പറഞ്ഞാള് അതുകൊണ്ട് പോയി പറയൂ, എന്നെ വിളിച്ച് തേടിയില്ലേ, എന്നെ വിളിച്ച് തേടിയില്ലേ, അതുകൊണ്ട് പുറത്തു കൊടുത്തു എന്ന് പോയി പറയും. എന്നെ വിളിച്ച് തേടിയില്ലേ അവിടെ എവിടെയാ? അതെവിടെയാണ്? എന്തൊക്കെ അർത്ഥങ്ങളാണ് നിങ്ങൾ തിരികെ കയറ്റുന്നത്? മാത്രമല്ല പിന്നെ നിങ്ങൾ ഉദ്ധരിച്ചത് മുഗ്നിയിൽ നിന്നാണ്. ഇബ്നു ഖുദാമയുടെ മുഗ്നിയിൽ നിന്ന് ഉദ്ധരിച്ചെടുത്ത് അവിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ശരിയാണ്. കാരണം നമ്മൾ ഇവിടെ അത് പിടിക്കുമ്പോ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാമല്ലോ, മൗലവി ഞാനത് വായിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ അർത്ഥം പറയാതെ പോയത് കബളിപ്പിച്ചതല്ലേ. കാരണം എന്താണ്? വയുർവാനിൽ ഉതബി, മൂപ്പര് വായിക്കുന്നുണ്ട് വയുർവാനുള്ളുത്തബി. എന്താ ഇതർത്ഥം? ഉഴുത്തബിയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുന്നു. പണ്ഡിതന്മാരുള്ള നാടല്ലേ. യുർവാനൊക്കെ പറഞ്ഞാൽ അത് സ്വീകാര്യയോഗ്യമായ നിലക്കുള്ള സീഗകളാണോ? ഹദീസിൽ ഒരാളെപ്പറ്റി, ഒരു സ്വഹീഹായ ഹദീസിനെ പറ്റി ഒരു സ്വഹീഹായ ഹദീസിൽ പറയേണ്ട പദങ്ങൾ അതല്ല. ലഈഫായ അല്ലെങ്കിൽ മൗദൂആയ, വ്യാജമായ, അസ്വീകാര്യമായ, മർദൂദായ, തിരസ്കൃതമായ, സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തു പറയുകയുള്ളൂ? യുർവാ, അല്ലെങ്കിൽ യുർഫഉ, അല്ലെങ്കിൽ യുദ്കറു, അല്ലെങ്കിൽ യുഖാലു എന്നൊക്കെ പറയാറുള്ളൂ. അതൊക്കെ മിൻ സിയഗി തംരീദ് വലൈസത് മിൻ സിയഗിൽ ജസ്മി. അതൊക്കെ ഈ റിപ്പോർട്ടിന്റെ ദൗർബല്യത്തെ, ദുർബലതയെ, അനാരോഗ്യത്തെ വിളിച്ചറിയിക്കുന്ന പദങ്ങളാണ്. മറിച്ച് അതൊക്കെ യാതൊരു നിലക്കും സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത ഹദീസുകൾക്ക് പറയുന്ന പദങ്ങളാണ്. എന്നിട്ട് അത് മനസ്സിലാവുമല്ലോ. അപ്പൊ മൂപ്പര് വയുർവാനുള്ളുത്തബി എന്ന് വായിക്കുന്നുണ്ട്. വയുർവാനുള്ളുത്തബി എന്ന് വായിച്ചിട്ട് യുർവക്ക് അർത്ഥം പറയുന്നില്ല. കാരണം യുർവാന് അർത്ഥം പറഞ്ഞു പോയാൽ പൊട്ടുപോകൂലേ, ഇത് സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത സംഭവമാണ് തുടക്കത്തിലേ മനസ്സിലാവും. അതുകൊണ്ട് അത് മൂടിവെച്ച് കബളിപ്പിച്ചു. മനസ്സിലാക്കണമെങ്കിൽ അത് മൂടിവെച്ച് കബളിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നിലക്കും യഥാർത്ഥമായ നിലക്കത് തെളിയിക്കപ്പെടാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല, തെളിയിക്കാൻ നിങ്ങൾക്കൊട്ട് സാധ്യവുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതിനും ഇതിൽ എന്താ നടന്നത്? സ്വപ്നം കാണില്ല. ഒരാളൊരു സ്വപ്നം കണ്ടാൽ ഇസ്ലാമിൽ ഹുജ്ജത്താവോ? പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിനെ തന്നെ ഒരാളാണ് സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടൊരു കാര്യം പറഞ്ഞു. എന്നാ അത് സ്വീകാര്യാണോ? അത് തെളിവാണോ? റമദാൻ 29 എല്ലാവരും ഇങ്ങനെ മാസം കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. അപ്പൊ ഒരു ചങ്ങായിക്ക് ഉറക്കം വന്നു, ഒരു മൗലവിക്ക് ഉറക്കം വന്നു എന്ന് വിചാരിച്ചു. മുപ്പരാണ്ട് ഉറങ്ങി, കാത്തു കുറെ ഇല കുത്തിരിക്കണണ്ട് ഉറങ്ങിയപ്പോ അള്ളാഹുന്റെ റസൂൽ സ്വപ്നത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നാളെ ശവ്വാൽ 1 നാളെ ശവ്വാൽ 1 എന്ന് പറഞ്ഞു. എന്നാൽ ആ മുസ്ലിയാരെ എവിടത്തേലും ഖാദിയാണെ മൂപ്പര് പ്രഖ്യാപിക്കോ? ഞാൻ അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ട റസൂലുള്ള എന്നോട് പറഞ്ഞിരിക്കുന്നു നാളെ ശവ്വാൽ 1, അതുകൊണ്ട് ചൊല്ലിക്കോ തക്ബീർ. പറയോ? പറയൂല. അല്ലെങ്കിൽ വേറൊരു മൗലിയാരോട് പറയണെന്ത്? മൗലിയാരെ, ഞാൻ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടിരിക്കുന്നു, അള്ളാന്റെ റസൂൽ എന്നോട് വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ വീട് വിലയൊന്നും കൂടാതെ സൗജന്യമായി എനിക്ക് വിട്ടുതരണേ. അള്ളാന്റെ റസൂൽ പറഞ്ഞേൽപ്പിച്ചിരിക്കണം എന്നോട് സ്വപ്നത്തിൽ, നിങ്ങളെ പോരാ ഒരു പൈസയും വാങ്ങാതെ ഫ്രീ ആയിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞിരിക്കണം. മൗലിയാർ കൊടുക്കുവോ? അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടതല്ലേ? അള്ളാന്റെ റസൂലിനെ തന്നെയല്ലേ കണ്ടത്? പറയുന്ന ആളും സത്യസന്ധനല്ലേ? എന്നിട്ടെന്തേ സ്വീകരിക്കാത്തത്? ദുന്യാവിന്റെ കാര്യത്തിൽ വരെ അത് സ്വീകാര്യമല്ലെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ സ്വപ്നം ഹുജ്ജത്താണോ? സ്വപ്നം തെളിവാണോ? പക്ഷേ പാരമ്പര്യവാദികളായ നിങ്ങൾക്ക്, പൊട്ടത്തരം പാരമ്പര്യമായി വിളിച്ചു പറയുന്ന നിങ്ങൾക്ക് സ്വപ്നമൊക്കെ മതി. എന്തിനും നിങ്ങൾക്ക് സ്വപ്നമാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരെ തോൽപ്പിക്കാനും നിങ്ങൾ സ്വപ്നം കാണും, സ്ഥാനാർത്ഥി തോൽക്കുന്നതും സ്വപ്നം കാണും, ജയിക്കുന്നതും സ്വപ്നം കാണും. അങ്ങനെ പലതിനും നിങ്ങൾക്ക് സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്നത്തിന്റെ ആ നിലക്ക്
വാടകയ്ക്ക് എന്തിനും നിങ്ങൾക്ക് സ്വപ്നമാണെന്ന് അതാ അപ്പുറത്തുള്ള സമസ്തയുടെ ഒരു ഫൈസി പറയുന്നതെന്ന് കേട്ടോളൂ. അങ്ങനെ സലാത്ത് സദസ്സ് മലീമസമാക്കിയപ്പോൾ അതിന് സലാമത്താക്കേണ്ടി വന്നു. നല്ലോ ആലോചിച്ചോ, സലാമത്താക്കേണ്ടി വന്നു. സലാത്ത് നഗർ സലാത്തിന്റെ സദസ്സ് മലീമസമായപ്പോൾ സലാമത്താക്കൽ ആവശ്യമായി. അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സലാമത്ത് നഗർ ഉണ്ടായത്. ഈ സലാമത്ത് നഗർ ഇവിടെ നിലനിർത്തണം, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്നും എപ്പോഴും ഇത് ആവശ്യമാണ്. ആഴ്ചയിൽ മാസാന്തം ഇവിടെ നടക്കുന്ന ഈ വഷളൻ പ്രഭാഷണങ്ങൾ എന്തൊക്കെയാണ്? വഷളം നിങ്ങൾക്കറിയില്ലേ? കത്തികൊണ്ട് കുത്തിയവരെ വലതുവിരൽ കൊണ്ട് കുത്തി പരാജയപ്പെടുത്തണം. പേടിക്കണ്ട, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നാ പിന്നെ ബേജാറില്ലല്ലോ. ആ സ്വപ്നമാണ് കൂട്ടരെ പറ്റിച്ചത്. അതുകൊണ്ട് എനിക്ക് ആളമ്പാടി ഉസ്താദ് പറയുന്നു, ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് പറയുന്നു, ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ണലുടിയായ പാണക്കാട് ചെയ്ത ഇതർലി ശാസ്ത്രങ്ങൾ പറയുന്നു, ഇവരുടെ അനുമതി കൂടാതെ എനിക്ക് ഖലീൽ തങ്ങൾ സ്വപ്നം കാണാൻ പാടില്ല. സ്വപ്നം കാണുന്നത് ഇവര് പറയട്ടെ, ഓര് പറഞ്ഞിട്ട് സ്വപ്നം കണ്ടാൽ മതി. ഇവര് സ്വപ്നത്തിന്റെ ആൾക്കാരാ, രണ്ടൂട്ടറിന്റെ ആൾക്കാരാ. മൂപ്പര് മോശമൊന്നുമല്ല, ഇവറ്റ എല്ലാം അങ്ങനെ തന്നെയാണ്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വപ്നം കാണും. പക്ഷെ ഇവർക്കെതിരായത് അപ്പുറത്ത് കണ്ട ദേഷ്യായി, അവർക്കെതിരായ ഇപ്പുറത്ത് കണ്ട അവർക്കും ദേഷ്യായി. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ട് വിച്ചാലി കൊയാലി കളിയാണ്. അപ്പൊ സ്വപ്നം ഇത് ഇവരുടെ ഒരു പരിപാടിയാണ്. മാത്രല്ല ഷെയ്ഖുനുണ്ടല്ലോ, ഷെയ്ഖുന ഇടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണും. എന്നിട്ട് മൂപ്പര് മുജാഹിദീങ്ങളോട് പറയും, ഖബറിന്ന് നേരിട്ട് ഞാൻ വിളിച്ചത് തന്നെ കേട്ടോ, എനിക്ക് ആ വിശ്വാസം ശരിക്കുണ്ട്, നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ശരിക്കറിയില്ലേ, നിങ്ങൾ നമ്പർ 1 മറ്റാളെ പരമ്പരല്ലേ, നിങ്ങൾക്കത് ഉണ്ടാവില്ലേ? അപ്പൊ അതിൽ നമുക്കൊരു തർക്കമൊന്നുമില്ല. അപ്പൊ മൂപ്പര് കണ്ടൊരു സ്വപ്നം പറഞ്ഞോളൂ, ഒരു കേട്ടോളൂ നിങ്ങൾ, ബഹുരസാണ്. കാന്തപുരം കണ്ടൊരു സ്വപ്നം, എന്നിട്ട് സ്വപ്നത്തിൽ എന്തേ ഉണ്ടായിന്നും കേട്ടോളീൻ. ഇവരൊക്കെ സ്വപ്നം ഇങ്ങനെ കാണുന്നതും ഇവര് ജനങ്ങളെ പഠിപ്പിക്കുന്നതും ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലേന്ന് നിങ്ങൾ ഈ സ്വപ്നം കേട്ടിട്ട് നിങ്ങൾ പഠിച്ചോളണം. കേട്ടോളൂ കാന്ത സ്വപ്നം. അല്ലാഹു ചെയ്ത നിഅമത്ത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയണം എന്ന കൽപ്പന പ്രകാരം സാധുവായ വിനീതനായ ഞാൻ പറയുന്നു. ഞാനും ഉള്ളാൾ തങ്ങളും കൂടി ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യും. സിയാറത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് പറഞ്ഞു, അജിസനി ലിതദ്രീസിൽ ഹിക്കം, അങ്ങനെ ഹിക്കം എന്ന കിതാബ് ദർസ് നടത്താൻ എനിക്ക് ഇജാസത്ത് തരണം. ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങളും പറഞ്ഞു, അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇജാസത്ത് തരണം. ആരോട് പറയുന്നു? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരിയോട് തന്നെ. ആർക്കും സംശയം വേണ്ട, അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഒരു മിനിറ്റ്, അത് മൂപ്പരെ ഇസ്ലാമാണ്. അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. പച്ചക്കള്ളം പറഞ്ഞതാണ്. അത് കാന്തപുരത്തിന്റെ ഇസ്ലാമാണ്, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം അല്ല. തുടരട്ടെ സ്വപ്നം. അങ്ങനെ സിയാറത്ത് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രി എയർപോർട്ടിലേക്ക് പുറപ്പെട്ട് പ്ലെയിനിൽ കയറി ബോംബെയിലേക്ക് വന്നു. അന്ന് രാത്രി ഉറങ്ങിയില്ല. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബോംബെയിൽ തന്നെ താമസിക്കുകയാണ്. അവിടെ അബ്ദുൽ മജീദ് ഹാജിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ സാധുവായ എനിക്ക് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ കാണാൻ കഴിയുന്നു. എന്നോട് പറയുന്നു, നിനക്ക് ഹിക്മ ദർസ് നടത്താൻ ഞാൻ ഇജാസത്ത് തരാം, പക്ഷേ നീ എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിബന്ധന പ്രകാരം. ഞാൻ പറഞ്ഞു, എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിക്കുമെന്ന നിബന്ധന ഞാൻ ഏറ്റെടുക്കുകയില്ല. നിങ്ങളെ കഴിവനുസരിച്ച് തഖ്വ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ